വെൽക്കം ടു എൻജോയ് ഇന്ത്യ. മൈ നെയിം ഇസ് അദീബ് സമാൻ. മൈ നെയിം ഇസ് സയ്യിദ്. ഞങ്ങളിന്ന് എൻജോയ് ഇന്ത്യ എന്തൊക്കെയാണ്, എന്താണ് ഞങ്ങളുടെ സർവീസ്, എന്തെല്ലാം മെറ്റീരിയൽസ് ഞങ്ങൾ ഡയറക്റ്റ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സർവീസ് കൊടുക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. 15 വർഷത്തിൻ്റെ മുകളിലുള്ള പാരമ്പര്യമുണ്ട് നമ്മുടെ കമ്പനിക്ക്. ഏകദേശം 40,000-ഓളം സ്ക്വയർ ഫീറ്റിനടുത്ത് നമ്മുടെ ഗോഡൗണ് വലിയ വിപുലമായ ശേഖരത്തോടു കൂടി നമ്മൾ കാക്കഞ്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനി, ഇമ്പോർട്ടിങ്ങിൽ ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ കമ്പനി തുടങ്ങിയിട്ടുള്ളത്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അതിൽ സംസാരിക്കും. ആദ്യമായിട്ട് നമ്മളെ കമ്പനി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. നമ്മളെ കമ്പനി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ എത്തിക്കുക എന്നുള്ളൊരു വിഷൻ ആൻഡ് മിഷനായിട്ടാണ് നമ്മൾ എൻജോയ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വരുന്ന സെറാമിക് റൂഫ് ടൈൽസ്, അതുപോലെ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള എൻജെ പ്രീമിയം ഷിംഗിൾസ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് വരുന്നത് തുർക്കിയാണ്. അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള എൻജെ പ്രീമിയം സ്റ്റോൺ കോട്ടഡ് മെറ്റൽ റൂഫ് ടൈലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹീറ്റ് ഔട്ട് സീലിങ്ങും. ചൂടിനെ തീരെ ഇല്ലാതാക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ ഹീറ്റ് ഔട്ട് സീലിംഗ്. റൂഫ് ടൈൽസിൻ്റെ കളക്ഷനിലാണെങ്കിൽ നമ്മൾ സെറാമിക് ടൈൽ ചെയ്യുന്നുണ്ട്. അതായത് സെറാമിക് ടൈലിൽ നമുക്ക് എലബാനോ സീരീസ് വരുന്നുണ്ട്. എലബാനോ സീരീസിൽ തന്നെ നമ്മൾ ഹൈലാൻഡർ പ്രീമിയം എന്ന് പറഞ്ഞ സീരീസ്, എൻജെ ലെക്സ് പ്രീമിയം എന്ന് പറഞ്ഞ സീരീസ് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല എൻജെ ലെക്സ് പ്രീമിയത്തിൽ തന്നെ ഫ്ലാറ്റ് സീരീസ്, ഫ്ലാറ്റ് ബെൻഡ് സീരീസ്, ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലേ ടൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് സ്പെയിൻ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യത്യസ്ത കളേഴ്സ് ഉണ്ട്. മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, പിന്നെ ഫ്ലാറ്റ് ഫിനിഷിങ് വരുന്ന മെറ്റീരിയലുകൾ ഒക്കെ ഇമ്പോർട്ടഡ് ക്ലേ ടൈൽസിൽ അവൈലബിൾ ആണ്. അതിപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നൊരു ബ്രാൻഡാണ് മാസറോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ക്ലേ ടൈൽസ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു 2-3 കളേഴ്സ് നമുക്കിവിടെ ഗോഡൗൺ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ റൂഫ് ടൈൽസിൽ വരുന്ന മറ്റൊരു കളക്ഷനാണ് നമ്മുടെ സജാറ്റൽ എന്ന് പറഞ്ഞൊരു കളക്ഷൻ. അതിൻ്റെ പ്രത്യേകത ഇമ്പോർട്ട് ക്ലേ റൂഫിംഗ് മെറ്റീരിയലാണ്. ക്ലേ റൂഫിങ്ങിൽ തന്നെ മുകൾ ഭാഗം സെറാമിക് ഫിനിഷിങ് വരുന്നൊരു മെറ്റീരിയലാണ്. അതായത് കാണുമ്പോൾ നമുക്കൊരു സെറാമിക് ടൈലൊരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. ഉള്ളിലേക്ക് നല്ല തണുപ്പും കിട്ടും. കാരണം ഓൾറെഡി ക്ലേ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പെക്കിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടൊക്കെയാണ് നമ്മുടെ സർവീസുകൾ ലഭ്യമാകുന്ന മെയിൻ സിറ്റീസ് അല്ലെങ്കിൽ ടൗൺസ്, നമ്മളെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് അറിയാൻ എന്തൊക്കെയാണ് നമ്മുടെ മാർഗം? നമ്മുടെ മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത് കോഴിക്കോട് രാമനാട്ടുകരയാണ്. ഫ്ലൈ ഓവറിൻ്റെ നിയറസ്റ്റ് സൈഡിൽ തന്നെ സർവീസ് റൂട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മെയിൻ ഗോഡൗൺ വരുന്നത് ഏറ്റവും വലിയ 35,000 സ്ക്വയർ ഫീറ്റോളം ലാർജസ്റ്റ് ആയിട്ടുള്ള ഗോഡൗൺ വരുന്നത് കാക്കഞ്ചേരി ഇൻഫ്രൻ്റെ അടുത്താണ്. പിന്നെ എറണാകുളം, കണ്ണൂർ, വയനാട്, സേലം, ചെന്നൈ, അങ്ങനെ ഒത്തിരി ഏരിയകളിൽ ഞങ്ങളെ വെയർ ഹൗസ് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിന് പുറത്തും, പിന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത് എല്ലായിടത്തും ഞങ്ങൾ സ്റ്റാഫിനെ അസംബിൾ ചെയ്തിട്ട് അവിടെയൊക്കെ ഞങ്ങളുടെ മെറ്റീരിയൽസ് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ സർവീസ്, ഞങ്ങളുടെ സ്പെസിഫിക്കഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനും ഞങ്ങളവിടെ അറേഞ്ച് ചെയ്തിട്ട് എത്തിക്കാറുണ്ട്. പിന്നെ ഇതിലിപ്പം സെറാമിക് ടൈല്, ഷിംഗിൾസ്, സ്റ്റോൺ കോട്ടഡ് ടൈല്, സീലിംഗ് മെറ്റീരിയൽ, അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള UPVC റെയിൻ കട്ടേഴ്സ്, ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചു തരാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങൾ ചെയ്തു തരും. അത് ഡയറക്റ്റ് ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷനുള്ള ഞങ്ങൾ തന്നെ കമ്പനിയുടെ വണ്ടിയുണ്ട്. അതല്ലെങ്കിൽ മറ്റ് സാങ്കേതികമായിട്ടുള്ള സർവീസ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസികൾ മുഖാന്തരം ഞങ്ങൾ മെറ്റീരിയൽ സൈറ്റിൽ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഏതൊക്കെ പ്രൊഡക്റ്റിലാണ് നമ്മൾ ലേബേഴ്സിന് കൊടുക്കുക എന്നുള്ളത്? ലേബേഴ്സിന് നമ്മുടെ എൻജോയ് ഇന്ത്യയുടെ ഏതൊക്കെ മെറ്റീരിയലുകളാണോ അതിലൊക്കെ നമുക്ക് ലേബേഴ്സിന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പം സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ സീലിംഗിന് നമ്മൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ടീമുണ്ട്. അതുപോലെ സെറാമിക് ടൈലിന്, ഷിംഗിൾസിന്, സ്റ്റോൺ കോട്ട് ടൈലിന്, UPVC റെയിൻ കട്ടേഴ്സിന്, ഇതിനെല്ലാം ടെക്നീഷ്യൻസ് അവൈലബിൾ ആണ്. എല്ലാത്തിനും ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള വിങ്സ് ടീംസ് തന്നെ നമുക്ക് അവൈലബിൾ. ഔട്ട്സോഴ്സ് ചെയ്യണം നമ്മൾ അല്ലേ? മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം. അതെ. ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന ഈ ഒരു വേദി എന്ന് പറയുന്നത് നമ്മുടെ കാക്കഞ്ചേരിയിലുള്ളൊരു ഡിസ്പ്ലേ ഹൗസാണ്. ഇതിലിപ്പോൾ നമ്മൾ സൈഡ് ഭാഗം ആൻഡ്
മുകൾ ഭാഗവും ഒക്കെ കൊടുത്തിട്ടുള്ളത് എൻജെയുടെ പ്രീമിയം സീലിംഗ് മെറ്റീരിയലാണ്. അതായത് ഇപ്പം ജസ്റ്റ് എ സി ഓൺ ആക്കിയിട്ടുണ്ട്, നല്ല കൂളിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്കൊരു എ സി ഓഫാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു 1 ഹവറോളം അല്ലേ ആ കൂളിംഗ് ഇതിനുള്ളിൽ എന്തായിട്ടും തീർച്ചയായിട്ടും നിൽക്കും. കാരണം അത്രത്തോളം ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഹീറ്റ് ഔട്ട് സീലിംഗ്. കൂടുതലായിട്ട് ഏറ്റവും നന്നായിട്ട് സീലിംഗിനെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ സെയ്ദ് ഭായ്. അലൂമിനിയം സിങ്ക് കോട്ടഡ് മെറ്റൽ ഷീറ്റാണ് നമ്മൾ ഈ താഴെ കാണുന്ന ഈ വുഡ് ഫിനിഷിങ് വരുന്നത്. അത് PU കോട്ടഡ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ഫ്രീ ആണ്. പെട്ടെന്ന് കളർ പീൽ ഓഫ് വരില്ല, കളർ ഫെയ്ഡ് വരില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു മെറ്റീരിയലും കൂടിയാണ് ഈ കാണുന്ന ഹീറ്റ് ഔട്ട് സീലിംഗ്. 3 ലെയറാണ് മെറ്റീരിയൽ വരുന്നത്. പോളിയൂറത്തീൻ എന്ന് പറഞ്ഞുള്ള ഫോമാണ് അതിൽ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റിനെ കടത്തിവിടാത്ത മെറ്റീരിയലും അതുപോലെ തന്നെ ഭാവിയിൽ നമ്മുടെ റൂഫിങ് എന്തെങ്കിലും ലീക്കേജ് വന്ന് വെള്ളം തട്ടിയാലും പ്രശ്നമില്ലാത്തൊരു മെറ്റീരിയലും കൂടി നമ്മളതിൽ ഇൻക്ലൂഡ് ആക്കാൻ കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ മാക്സിമം നമ്മളത് റെസിസ്റ്റ് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു മെറ്റീരിയൽ വേണം എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് വലിയൊരു കണ്ടീഷനായിരുന്നു. പിന്നെ തേർഡ് ലെയറിലേക്ക് വരുന്ന സമയത്ത് അതിൽ തെർമൽ ഇൻസുലേറ്റഡ് കോട്ടിംഗ് വിത്ത് നൈലോനെറ്റാണ്. അതായത് തെർമൽ ഇൻസുലേറ്റഡ് പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ അലുമിനിയം ഫോയിൽ പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. കൃത്യമായി എത്ര ചൂട് കൊടുത്താലും അത് റിഫ്ലക്റ്റ് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു സിസ്റ്റമാണ് തെർമൽ ഇൻസുലേറ്റഡ് പെയിൻറ്റ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 95% മുകളിൽ ചൂടിനെ കുറക്കും എന്നുള്ള മെറ്റീരിയൽ കണ്ടീഷനാണ്. നമ്മൾക്കത് ഗ്യാരണ്ടി ആയിട്ട് തരാൻ പറ്റും. അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 7ഓളം കളേഴ്സ് ഇന്ന് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വെയ്റ്റ്ലെസ് ആണ് മെറ്റീരിയൽ. നമ്മൾ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ യൂസ് ചെയ്യാനും കൂടെ പറ്റും. സ്റ്റോൺ കോട്ടഡ് മെറ്റൽ റൂഫ് ടൈലിൽ എന്നും നൂതനമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻജെ ഇന്ത്യ. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെ? ഈ ഒരു കളക്ഷൻ്റെ പേര് പറയുന്നത് സ്പാനിഷ് റോമൻ സീരീസ് ആണ്. ഇതിലിപ്പോൾ നമുക്ക് ടോട്ടൽ 8 കളേഴ്സ് ഉണ്ട്. 8 കളേഴ്സിൽ 4 കളേഴ്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ അഗൈൻസ്റ്റ് ഓർഡർ അനുസരിച്ച് കൊണ്ടുവരും. പിന്നെ ഈ റോമൻ സീരീസിന് പുറമെ ജാപ്പനീസ് റോമന്, ഷെയ്ക്ക് സീരീസ്, ഷിംഗിൾ സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഈ സ്റ്റോൺ കോട്ട് കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മളിത് മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് അപ്ഡേഷനുകൾ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ ഇപ്പം മാർക്കറ്റിൽ നിന്നും 120 GSM വരുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പക്ഷെ എന്നാൽ നമ്മളിപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് 200 GSM സ്റ്റോൺ കോട്ട് 200 ഉണ്ട് അല്ലേ? 150 വരെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ എന്നാലും 200 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അതെ 200ലാണ് ഇപ്പം നമ്മൾ എത്തിക്കുന്നത്. 50 വർഷം ഞങ്ങൾ ഇതിന് മെറ്റീരിയൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കളേഴ്സും ഇപ്പം ഏത് കളറാണോ കസ്റ്റമർ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്ക്രൂസ്, അതിൻ്റെ ആക്സറീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റിഡ്ജസ്, ബാർജസ്, അതുപോലെ തന്നെ വാലി ഷീറ്റുകൾ, സ്ക്രൂ എല്ലാം. ഇതിൻ്റെ തിക്നെസ് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ ടോട്ടൽ തിക്നെസ് നമുക്ക് വരുന്നത് 1.8 mm തിക്നെസ് വരുന്നത് ഒരു ഷീറ്റിൻ്റെ. അത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ഓരോ ഷീറ്റിനും ഓരോ പർലിംഗ് ഡിസ്റ്റൻസ് വരും. അതായത് ഇതിനിപ്പോൾ 37.6 സെൻറ്റിമീറ്റർ, 38.6 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്, 36.6 സെൻറ്റിമീറ്റർ പർലിംഗ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ അളവാണ്. പിന്നെ നമ്മുടെ സ്റ്റോൺ കോട്ടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 200 GSM. പിന്നെ ഇതിൻ്റെ ഇന്നർ പാർട്ട് നമ്മളൊരു അടിഭാഗം ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഉണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് ഫിലിമിൻ്റെ താഴെ അണ്ടർ ബോഡി കോട്ടിങ്, ഇപ്പോൾ നമ്മൾ കാറിൻ്റെ അടിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ കോട്ടിങ് ഇതിന് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് മാർക്കറ്റിൽ PVDF എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പക്ഷെ അതിലൊക്കെ എത്രയോ ടോപ്പ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന കോട്ടിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിൻ്റെ അടിയിൽ ചെയ്തിട്ടുള്ളത്. അതെ, ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉയർന്നു വരുന്നൊരു ഏരിയയാണ് ഈ എന്താണ് ഇതിൻ്റെ മുകളിലുള്ള സ്റ്റോൺ എന്നറിയാൻ. എന്താണ് ഈ കല്ല്? ഇത് ശരിക്കും ബസാൾട്ട് സ്റ്റോൺ ആണ്. അതായത് അഗ്നിപർവ്വതത്തിൻ്റെ ലാവ തണുത്തുറഞ്ഞത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റോണ്. അതിൻ്റെ മുകളിൽ നമ്മൾ സെറാമിക് കോട്ടിങ്, കോപ്പർ കോട്ടിങ്, പിന്നെ കളറ് ചെയ്യുന്നുണ്ട്. കളറ് ഒറിജിനൽ കളർ ഗ്രേഡിയൻ്റ് ഉള്ള മെറ്റീരിയലും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഉപരിതലത്തിൽ
പിന്നെ വന്നിട്ടുള്ള സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് പിന്നെ അസ്ഫാൾട്ട് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ട്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മേലെയാണ് ഈ സ്റ്റോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അസ്ഫാൾട്ട് ഉണ്ടാക്കുന്നത് പെട്രോളിയം പ്രൊഡക്റ്റുകളിൽ നിന്നാണ്. അതിന്റെ ഒരു പെട്രോളിയം പ്രൊഡക്റ്റിന്റെ വേറൊരു സ്റ്റേജാണ് അസ്ഫാൾട്ട്. അതിന്റെ മേലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റോൺ സെറ്റ് ആക്കിയിട്ടുള്ളത്. എത്ര കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഇന്നിപ്പം ഷിംഗിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജയുടെ പ്രീമിയം സെഗ്മെന്റിൽ നമുക്ക് ഏകദേശം 9ഓളം കളേഴ്സ് ഉണ്ട്. പിന്നെ ഡോക്കി ഡ്രാഗൺ എന്ന് പറഞ്ഞ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോക്കി ഡ്രാഗണിൽ തന്നെ ഒരു 6-7 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഡോക്കി യുറേഷ്യ സീരീസ്, ഡോക്കി യൂറോപ്പ സീരീസ്, മെട്രിക്സ് കളക്ഷൻസ്, ഡയമണ്ട് ഡിസൈന്, അങ്ങനെ ഒത്തിരി ഡിസൈനുകളും കളേഴ്സുകളും അതിൽ അവൈലബിൾ ആണ് ഷിംഗിൾസിന്റെ. ഇതിലിപ്പോൾ മറ്റൊരു ചോദ്യമാണ്, ഈ സിംഗിൾ ലെയറും ഡബിൾ ലെയറും എന്താണ്, അത് ഏത് വിരിച്ചാലാണ് ഒന്നുകൂടെ എഫക്റ്റീവ് ആകുക എന്നുള്ള ഡൗട്ടൊക്കെ വരാറുണ്ട്. അതിൽ നമ്മുടെ സജഷൻ എന്തായിരിക്കും? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുടെ അടുത്തുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സിംഗിൾ ലെയർ ഡബിൾ ലെയർ. ശരിക്കും സിംഗിൾ ലെയർ ആണെന്നുണ്ടെങ്കിലും ഡബിൾ ലെയർ ആണെന്നുണ്ടെങ്കിലും ഷിംഗിൾസ് ആണ്. അതായത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡബിൾ ലെയർ ആയിട്ടുള്ളൊരു ഷിംഗിൾസ് ആണ്. ഇതിപ്പം താഴ്ഭാഗത്ത് ഒരു ഷീറ്റ് ഉണ്ട്, അതിന്റെ മേലെ ഒരു സിംഗിൾ ലെയർ പാറ്റേൺ വെക്കുമ്പോൾ ഇത് ഡബിൾ ലെയർ ആയി. പക്ഷെ സിംഗിൾ ലെയർ ഷീറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ കട്ടിങ് ഉള്ള ഷീറ്റ്, ഇങ്ങനെയുള്ള ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഷീറ്റ് നമ്മൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ ഡബിൾ ലെയറിന്റെ ഒരു സ്പെക്കിലേക്ക് തന്നെ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും. അതെ. പിന്നെ തിക്നെസ് വൈസ് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും, സിംഗിൾ ലെയറും ഡബിൾ ലെയറും കാണുമ്പോൾ ഒരു വ്യത്യാസം. റേറ്റ് മാറ്റാൻ എന്താണ്? റേറ്റിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിക്ക് സിംഗിൾ ലെയർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവന്നപ്പം അത് ആ ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള ഫോമിൽ അത് വിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ശരിക്കും സിംഗിൾ ലെയർ എന്ന് പറഞ്ഞ ഷിംഗിൾസ് അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയത്. പക്ഷെ കൂടുതൽ ആളുകളും സിംഗിൾ ലെയറും ഉപയോഗിക്കുന്നുണ്ട്, ഡബിൾ ലെയറും ഉപയോഗിക്കുന്നുണ്ട്. ശരിക്ക് ഏതാണെന്നുണ്ടെങ്കിലും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നോക്കുക എന്നുള്ളതാണ്. അതായത് മീൻസ് അതിൻ്റെ ബിറ്റുമിൻ, സ്റ്റോൺ, അതിൻ്റെ വാറണ്ടി, അതുപോലെ തന്നെ ഏത് കമ്പനിയാണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആ കമ്പനിയെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ എൻജെ ഇന്ത്യ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും വിശ്വസമായ ബെസ്റ്റ് കമ്പനിയാണ്. നിങ്ങൾ ഇത്രയും റൂഫിംഗ് മെറ്റീരിയൽസ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ, മാത്രമല്ല ഞങ്ങളുടെ സ്റ്റാഫ് എല്ലായിടത്തും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ മെറ്റീരിയൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടിയിലേക്ക് വരുമ്പോൾ എല്ലാ ഐറ്റത്തിലും എത്രത്തോളം നമ്മൾ കൊടുക്കും, ഏതൊക്കെ ഏരിയയിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതല്ല? അതായത് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് വാറണ്ടി ഗ്യാരണ്ടി കൊടുക്കാം. ഇതിനിപ്പം 35 years മെറ്റീരിയൽ മാനുഫാക്ചറിങ് വാറണ്ടിയുടെ പ്രൊഡക്റ്റാണ്. പിന്നെ 10 years നമ്മുടെ കമ്പനിയുടെ ഫ്രീ സർവീസ് ഉണ്ട്. അതായത് നമ്മുടെ കമ്പനിയുടെ ലേബേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 years ഫ്രീ സർവീസ് കൊടുക്കാം. ഓക്കെ. അത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ കൊടുക്കും. ഓക്കെ. കളർ വാറണ്ടി ഒക്കെ കിട്ടും? എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കളറ്, സ്റ്റോണിങ്, എല്ലാം. ഇനിയിപ്പം ഇൻ കേസ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലാതെ വേറെ ഇൻസ്റ്റാളേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇൻസ്റ്റാളേഷൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസാസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ അതിന് നമുക്ക് ലേബേഴ്സിന് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അങ്ങനത്തെ വിഷയങ്ങളൊന്നും പിന്നെ നമുക്ക് എല്ലായിടത്തും എപ്പോഴും സർവീസ് ഓറിയന്റഡ് ആണ് നമ്മുടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതെ അതെ. ഇപ്പം ഇത് എവിടേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നിലവിലിപ്പോൾ നമ്മൾ ചെയ്ത സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ ഷോപ്പുകൾ, അതുപോലെ ഡ്രസ്സ് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ഹോട്ടലുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയ, കൊമേഴ്ഷ്യൽ പർപ്പസ്, എന്താവശ്യത്തിനും നമ്മളിപ്പോൾ നിലവിൽ എല്ലാ സൈറ്റ് റെഫറൻസ് കൊടുക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. എവിടെയും വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ മറ്റൊരു അട്രാക്ഷൻ എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന റൂമിൽ മൊത്തം ചുറ്റും നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. AC ചെറിയ ഇലക്ട്രിസിറ്റിയിൽ AC വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കൂളിംഗ് ആകുന്ന സിസ്റ്റം നമുക്ക് സിമ്പിളായിട്ട് ഈ മെത്തേഡ് കണ്ടാൽ തന്നെ അറിയാം. ഫ്രിഡ്ജിനുള്ളിൽ വരുന്ന അതേ സെയിം ഫോമിൻ്റെ പ്രീമിയം സെഗ്മെൻ്റ് ആണ് ഈ ഫോം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സെയിം പർപ്പസിലാണ് ഇപ്പോൾ ഇത് നടന്നുകൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ പെട്ടെന്ന് കൂളിംഗ് പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഹോസ്പിറ്റലുകൾ, നേരത്തെ പറഞ്ഞ ഹോട്ടല്, ടെക്സ്റ്റൈൽസ്, ഇപ്പൊ ഇൻ കേസ് നമ്മൾ ടെക്സ്റ്റൈൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ ചുമരിന്റെ സൈഡും സീലിങ്ങും ഇത് ചെയ്യാം. ഏത് വാളിലാണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഈ
ഡിസ്പ്ലേ സ്റ്റോർ എന്നുള്ളത്. വാളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ റൂഫിങ്ങിൽ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഇതിൽ ലൈറ്റ് പിടിപ്പിക്കാൻ പറ്റുമോ, സീലിംഗ് ലൈറ്റ് പിടിപ്പിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാൻ പറ്റുമോ, എന്തും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എന്തൊക്കെയാണോ ലൈറ്റിങ്ങിന് പുറമെ നമുക്ക് ഫാന്, AC, എന്തും കൊടുക്കാം, എന്തും കൊടുക്കാം. പുറകിൽ നമ്മൾ അതിനനുസരിച്ച് വെയിറ്റ് താങ്ങുന്ന മെറ്റൽ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. പുറകിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രക്ചറുകൾ പ്ലാൻ ചെയ്യണം, ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് എന്തും തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പ്രൊജക്റ്റുകളും റെസിഡൻഷ്യലും കൊമേഴ്ഷ്യൽ എന്ത് ആവശ്യങ്ങൾക്കും റൂഫിംഗ്, സീലിംഗ് സംബന്ധമായിട്ടുള്ള എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.